ചങ്ങാതിമാരെ ഒന്ന് കണ്ടിട്ട് വരാം. അയ്യോ അമ്മ, ഈ മരക്കൊച്ചയ്ക്ക് കിടക്കാൻ കണ്ട സ്ഥലം. അയ്യോ, എന്താ ഇത്? വെള്ളപ്പട്ടാളം. ഓ, വെളുത്ത ഉറുമ്പായിരിക്കും. ഇതെന്ത് സാധനം? ഓ, ഇത് മണ്ണാണല്ലോ. ഓ, ഒന്നും കാണുന്നില്ലല്ലോ. എന്താ പൂപ്പി ഇവിടെ? എന്താ നോക്കുന്നേ? ഹായ് ചങ്ങാതിയോ? ദാ നോക്ക്, ഞാൻ രാവിലെ വന്നപ്പോൾ ഇതൊരു മരക്കുറ്റിയായിരുന്നു. അതിൽ ഒത്തിരി വെളുത്ത ഉറുമ്പുകളും ഉണ്ടായിരുന്നു. വെളുത്ത ഉറുമ്പോ? അതെ, ഇപ്പൊ നോക്കുമ്പോ മരക്കുറ്റിയില്ല, എല്ലാം മണ്ണുകൊണ്ട് മൂടിയിരിക്കുന്നു. ഈ ദ്വാരത്തിലൂടെ പോയാൽ ചിലപ്പോ അകത്തുള്ളതെല്ലാം കാണാൻ പറ്റും. നിനക്കുള്ളിലേക്ക് പോകാമോ ചങ്ങാതി? വെട്ടമുള്ളോണ്ട് നിനക്ക് എല്ലാം കാണാനും പറ്റും. അതിനെന്താ പൂപ്പി, ഞാൻ പോയി നോക്കിയിട്ട് വരാം. ചങ്ങാതി, ചങ്ങാതി, വേഗം വാ. അയ്യോ, അവൻ എന്താ പറ്റിയത്? ഇതെന്താ? എന്റെ ചങ്ങാതി ഇവരുടെ കൂടെ കൂടിയോ? അയ്യോ, ഇത്രയും പ്രാണികളോ? നിങ്ങൾ എന്റെ ചങ്ങാതിയെ കണ്ടോ? നിൽക്കാൻ, ഒന്ന് നിന്നേ. ഒന്ന് നിക്കണേ. നിങ്ങൾ എന്റെ ചങ്ങാതിയെ കണ്ടോ? അയ്യോ, ഞങ്ങളെ രക്ഷിക്കണേ. അയ്യോ, രക്ഷിക്കണേ. നിങ്ങളൊക്കെ ആരാ? ഞങ്ങൾ ഈയാമ്പാറ്റകളാണ് ചങ്ങാതി. ഞാൻ പൂപ്പി. നിങ്ങൾ എന്തിനാ ആ വലിയ കൂട്ടിൽ നിന്ന് ഇവിടെ പറന്നെത്തിയത്? ഞങ്ങളുടെ ഇണകളെ കണ്ടെത്താൻ വേണ്ടിയാണ് ഇവിടെ എത്തിയത്. ഞാൻ രാവിലെ കണ്ട വെളുത്ത ഉറുമ്പുകൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളാണോ? അവ ഉറുമ്പുകളല്ല, ചിതലുകളാണ്. പൂപ്പി എങ്ങനെയാ അവരെ കണ്ടത്? രാവിലെ ഞാനൊരു മരക്കുറ്റിൽ തട്ടി വീണു, അപ്പൊ കണ്ടതാ. പിന്നെ വന്ന് നോക്കിയപ്പോ മരക്കുറ്റിയില്ല. അതിന്റെ സ്ഥാനത്ത് വലിയൊരു മൺകൂന. അയ്യോ, അത് മൺകൂനയല്ല, മൺപുറ്റാണ്. അപ്പൊ പൂപ്പിയാണല്ലേ ഞങ്ങളുടെ കൂടൊക്കെ തട്ടിത്തെറിപ്പിച്ചത്? അത് ഓടിയപ്പോ തട്ടി വീണതാ. സാരമില്ല, അതുകൊണ്ട് മരക്കുറ്റിക്ക് മുകളിൽ ഞങ്ങൾ വലിയൊരു പുറ്റുണ്ടാക്കി സ്വസ്ഥമായ ആഹാരം കഴിക്കാലോ. അതിന് മരമാണോ നിങ്ങൾ തിന്നുന്നത്? മരം തന്നെയാണ് പ്രധാനം, പിന്നെ അഴുകിയ ജൈവാംശങ്ങളും. ഇവയെല്ലാം മണ്ണിനോട് ചേർക്കുക എന്നതാണ് ഞങ്ങളുടെ ജോലി. അപ്പോൾ നിങ്ങൾ എല്ലാരും ആ പുറ്റിനുള്ളിലാണോ താമസിക്കുന്നത്? അതേ പൂപ്പി, ആ മൺപുറ്റ് ഞങ്ങളുടെ കൊട്ടാരമാണ്. അതിനുള്ളിൽ രാജാവും രാജ്ഞിയും ജോലിക്കാരും പട്ടാളക്കാരും ഒക്കെ ഉണ്ട്. ഹായ്. റാണിമാരാണ് മുട്ടയിടുന്നത്. മുട്ട വിരിഞ്ഞ് പുറത്തു വരുന്ന കുഞ്ഞുങ്ങളിൽ ചിലർ ജോലിക്കാരാവും, ചിലർ പട്ടാളക്കാരാവും. മറ്റുള്ളവർ രാജകുമാരന്മാരായും രാജകുമാരിമാരായും വളരും. മുട്ടകളെയും മുട്ട വിരിഞ്ഞു വരുന്ന കുഞ്ഞുങ്ങളെയും രാജാവും റാണിയും ചേർന്ന് വളർത്തും. ഓരോരുത്തർക്കും ഓരോ ജോലിയുണ്ട്. ജോലിക്കാരാ കൂടുണ്ടാക്കുന്നത്. മണ്ണ്, ചെളി, ദ്രവിച്ചു കഴിഞ്ഞ തടി, ഉമിനീര് ഇവയൊക്കെ കൊണ്ടാ ഈ മൺപുറ്റുകൾ ഉണ്ടാക്കുന്നത്. പട്ടാളക്കാരാണ് കാവൽക്കാർ. അതിക്രമിച്ചു കടക്കുന്ന ചെറിയ ജീവികളെ അവർ തടഞ്ഞു വെക്കും. രാജകുമാരന്മാരും രാജകുമാരിമാരുമായി വളരുന്ന കുഞ്ഞുങ്ങൾ വലുതാകുമ്പോൾ ചിറക് വയ്ക്കും. എന്നിട്ട് കൂട്ടം കൂട്ടമായി വെളിയിലേക്ക് പറന്ന് ഇണകളെ കണ്ടെത്തും. ഇതുപോലെ. ഇനി നിങ്ങൾ തിരിച്ച് കൊട്ടാരത്തിലേക്ക് പോകുന്നില്ലേ? ഹേയ്, ഇല്ലില്ല.
ഇനി ഞങ്ങൾ ഇണകളുമായി ചേർന്ന് പുതിയ സ്ഥലങ്ങളിലേക്ക് പോകും. മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിയിച്ച് പുതിയ കൊട്ടാരങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ ഞങ്ങൾ പോട്ടെ പൂപ്പി? പോകലേ പോകലേ, എന്റെ ചങ്ങാതി. ചങ്ങാതിയോ? അതെ, എന്റെ ചങ്ങാതി മിന്നാമിനുങ്ങ്. നിങ്ങളുടെ കൊട്ടാരത്തിലേക്ക് കേറിപ്പോയതാ അവൻ. ഇതുവരെയും തിരികെ വന്നില്ല. അവനെ കണ്ടോന്ന് ചോദിക്കാനാ ഞാൻ നിങ്ങളുടെ പിന്നാലെ ഓടിയത്. അയ്യോ, ചതിച്ചോ? വാ വേഗം, പട്ടാളക്കാർ അവനെ തടഞ്ഞു വെച്ചിട്ടുണ്ടാവും. അമ്മ റാണിയോട് പറഞ്ഞ് അവനെ മോചിപ്പിക്കണം. ഹോ, രക്ഷപ്പെട്ടു പൂപ്പി. നിങ്ങൾ വന്നില്ലായിരുന്നെങ്കിൽ എന്റെ കഥ കഴിഞ്ഞേനെ. ഹോ, രക്ഷപ്പെട്ടല്ലോ, അത് മതി. അപ്പോൾ ഞങ്ങൾ പോട്ടെ പൂപ്പി? ശരി ചങ്ങാതിമാരെ, വളരെ നന്ദി.